കഴിഞ്ഞിടയ്ക്ക് ഇന്ത്യയിൽ ഒരു വിവാദം നടന്നു. ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള സൂഡിയോ എന്ന തുണി ബ്രാൻഡ് ഗ്രൂപ്പിനെതിരെ ഒരു സമരം പ്രഖ്യാപിക്കത്തക്ക നിലയിൽ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത് ആഹ്വാനം ചെയ്തു. കാരണം ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് പാലസ്തീൻകാരെ ഉപദ്രവിക്കുന്നു എന്നൊക്കെയുള്ള ചില പ്രചാരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ടാറ്റ ഒരിക്കലും ഇന്ത്യക്കെതിരെ നിന്നിട്ടില്ല. ടാറ്റ ഇന്ത്യയുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. മാത്രമല്ല, ഇന്ത്യയിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തട്ടിപ്പും വെട്ടിപ്പൊന്നും അവരുടെ ഒരിക്കലും വില പോവില്ല. ടാറ്റ ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഇൻ്റർനെറ്റ് ട്രാഫിക്കിൻ്റെ 24% തന്നെ കടന്നു പോകുന്നത് ടാറ്റയുടെ കേബിൾ ശൃംഖലയിലൂടെയാണ്. ടാറ്റ ഗ്രൂപ്പിൻ്റെ 66% ലാഭവിഹിതം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. കൊറോണ സമയത്ത് 1500 കോടിയാണ് ടാറ്റ കേരളത്തിന് വേണ്ടിയിട്ട് സംഭാവന ചെയ്തത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനി ആയിട്ടുള്ള TCS ടാറ്റയുടെയാണ്. ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. 5 ലക്ഷം തൊഴിലാളികളാണ് അവിടെ ജോലി ചെയ്യുന്നത്. ഒരുപാട് സ്ഥാപനങ്ങൾ അവർ നടത്തുന്നുണ്ട്. കൈക്കൂലി കൊടുക്കുകയും വാങ്ങുകയും ചെയ്യില്ല എന്നുള്ളത് ടാറ്റയുടെ ഒരു പ്രഖ്യാപിത നയമാണ്. ഒരേ ഒരു കാരണം കൊണ്ട് നിരവധി കരാറുകൾ വേണ്ടാന്ന് അവർ വെച്ചിട്ടുണ്ട്. ടാറ്റ ഗ്ലോബൽ ബെവറേജസ് ലോകത്തിലെ 2ാമത്തെ തേയില കമ്പനിയാണ്. ടാറ്റ ഗ്രൂപ്പിൻ്റെ കീഴിൽ 100ഓളം കമ്പനികളുണ്ട്. ടാറ്റ കെമിക്കൽസ് ലോകത്തിലെ ഏറ്റവും വലിയ സോഡ ആഷ് നിർമ്മാണ കമ്പനിയാണ്. ടാറ്റ മോട്ടോഴ്സ് ലോകത്തിലെ ഏറ്റവും വലിയ വാണിജ്യ വാഹന നിർമ്മാതാക്കളിൽ ആദ്യത്തെ 10ൽ പെടുന്നവയാണ്. ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ലോകത്തിലെ 2ാമത്തെ IT കമ്പനിയാണ്. ടാറ്റയുടെ കീഴിൽ 6,50,000 ജോലിക്കാർ 100ലധികം രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇൻറ്റിഗ്രേറ്റഡ് പവർ കമ്പനി ടാറ്റയാണ്. അങ്ങനെ 1ാം ലോക മഹായുദ്ധകാലത്ത് മുംബൈ താജ് ഹോട്ടൽ 600 ബെഡുള്ള ആശുപത്രിയാക്കിയിരുന്നു ടാറ്റ ഗ്രൂപ്പ്. ലോകത്തെ ആദ്യത്തെ 8 മണിക്കൂർ ജോലി നടപ്പിലാക്കിയത് ടാറ്റയാണ്. ടാറ്റ ഏവിയേഷൻ സർവീസസ് ആണ് പിന്നീട് എയർ ഇന്ത്യ ആയിട്ട് മാറിയിട്ടുള്ളത്. ഇന്ത്യയിൽ ജഗോർ ലാൻഡ് റോവർ ആഡംബര കാറുകളുടെ ബ്രാൻഡ് ഉടമ ടാറ്റ മോട്ടോഴ്സാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കിയത് ടാറ്റ കമ്പനിയുടെ ഉടമസ്ഥനായിരുന്ന JRD ടാറ്റയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ടാറ്റ ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ടാറ്റ ഇല്ലാതെ ഇന്ത്യയില്ല.